എറണാകുളം പച്ചാളത്ത് ലൂർദ് ആശുപത്രിക്ക് സമീപം റെയിൽവേ ലൈനിൽ മരം വീണു. എറണാകുളം തൃശൂർ ലൈനിലാണ് മരം ഒടിഞ്ഞു വീണത്. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് കെബിൻ നൽകും. കെബിൻ, ഈ മരം മുറിച്ചു മാറ്റുന്നതടക്കമുള്ള നടപടികൾ ആരംഭിച്ചോ? ആതിര, പച്ചാളം ലൂർദ് ആശുപത്രിക്ക് സമീപം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ റോഡ് വശത്ത് നിന്ന മരം കടപുഴകി റെയിൽവേ ലൈനിലേക്ക് വന്നത്. അതായത് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള റെയിലും അതേപോലെ തൃശ്ശൂർ ഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം നിലവിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അഗ്നിശമന സേന ഇവിടെ മരം മുറിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് റെയിലിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ നേരത്തെ കിട്ടിയതുപോലെ തന്നെ ട്രെയിൻ ട്രാക്കിലേക്ക് മറിഞ്ഞു കിടന്നിരുന്ന മരത്തിൻ്റെ ശിഖരങ്ങൾ അത് മൊത്തം തന്നെ മുറിച്ചു മാറ്റി ഉടൻ തന്നെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ സമീപവാസികളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര മണിക്കാണ് ഇതൊരു 9:15 മണിയോടെ സംഭവിച്ചതാണിത്. 9:15 മണിക്ക് അവിടെ നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനിൻ്റെ പോയതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് 4 ട്രെയിൻ ഒരേ സമയം വരുന്ന സമയമാണ്. 9:15 മണിക്ക് ഒരു ട്രെയിൻ അങ്ങോട്ട് പോയതിന് ശേഷമാണ് ഇത് പറയുന്നത്. ബൈ ചാൻസ് ആ ട്രെയിൻ പോകുന്ന സമയത്താണ് ഈ മരം ഇതിൻ്റെ മുകളിലോട്ട് വീഴണമെങ്കിൽ നമുക്ക് കൂട്ടിയാൽ കൂടാത്തൊരവസ്ഥയായി പോയത്. എന്തോ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടത്. ഇത് ബസ് റൂട്ടുള്ള വഴിയാണ്. ഇത് പോകുന്ന സമയത്ത് ഒരു ബസ് പോവുകയാണെങ്കിൽ അതിൻ്റെ മേളിലോട്ടാണ് ഈ മരം വീഴണമെങ്കിലുള്ള അവസ്ഥ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണിത്. ആ സമയത്ത് കാറ്റൊന്നുമില്ല. ഇത് ഓൾറെഡി പഴകി മറിഞ്ഞേക്കണത്. വെള്ളം വീണ് അവിടെ വെള്ളം കെട്ടിക്കിടന്ന് വേറെ വെള്ളം ഒഴുകി പോകുന്ന സ്പേസ് ഒന്നുമില്ല. അവിടെ പഴയ വീടുകൾ അത് കണ്ടില്ല, എല്ലാം പഴയ വീടുകൾ. ആ വീടിൻ്റെ ദ്രവിച്ച് കിടക്കുന്നതുകൊണ്ട് അത് തന്നെത്താനെ അത് വെള്ളം കെട്ടിക്കിടന്ന് ആ ഈർപ്പം കൊണ്ടത് തന്നെത്താനെ മറിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് ആ മരത്തിന്. ഇപ്പം തന്നെ നമ്മൾ പിടിച്ചിട്ട് തന്നെ കിട്ടുന്നത്. അതായത് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് പഴക്കമുള്ള മരം, അതായത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിലേക്ക് ഈ ട്രാക്കിലേക്ക് കടപുഴകി വിടുകയായിരുന്നു. അതായത് അല്പസമയത്തിനകം ഇത് എല്ലാം തന്നെ മൊത്തമായി ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയിക്കുന്നത്. അതായത് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വലിയൊരു ദുരന്തമാണ് ഒഴിവായത്, വലിയൊരു അപകടമാണ് ഒഴിവായത്. അതായത് ഈ റൂട്ടിൽ ഈ ട്രാക്കിനോട് ചേർന്നുള്ള റൂട്ടിൽ ബസ് ഗതാഗതം ഉൾപ്പെടെയുള്ള സ്വകാര്യ ബസ് റൂട്ട് സർവീസുള്ളൊരു റൂട്ട് കൂടിയാണിത്. കൂടാതെ ആ സമയത്ത് 4ഓളം തീവണ്ടികൾ ഈ വശത്തൂടെ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. അതായത് വളരെ വലിയൊരു അപകടമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒഴിവായിരിക്കുന്നത്. ആതിര, ഉടൻ തന്നെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കും. ശരി, പച്ചാളത്ത് ലൂർദ് ആശുപത്രിക്ക് സമീപമാണ് ഇത്തരത്തിൽ മരം റെയിൽവേ ലൈനിലേക്ക് മുറിഞ്ഞു വീണത്. ഇപ്പോൾ മരം മുറിച്ചു നീക്കുന്നത് അടക്കമുള്ള നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. ട്രെയിൻ ഗതാഗതം ഉടൻ പുനഃസ്ഥാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കെബിൻ കെന്നഡിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നിങ്ങൾ മാറാം.